കായംകുളം നഗരസഭ 38-ാം വാർഡിലെ പുതുക്കിപ്പണിത 44-ാം നമ്പർ വൈക്കത്ത് അംഗനവാടിയുടെ ഉദ്ഘാടനം നടത്തി. വാർഡ് കൗൺസിലർ AP ഷാജഹാൻ ഉദ്ഘാടനം നിർവഹിച്ചു. കായംകുളം നഗരസഭ 38-ാം വാർഡിലെ പുതുക്കിപ്പണിത 44-ാം നമ്പർ വൈക്കത്ത് അംഗൻവാടിയുടെ ഉദ്ഘാടനം നടന്നു. വാർഡ് കൗൺസിലർ AP ഷാജഹാൻ ഉദ്ഘാടനം നിർവഹിച്ചു. കായംകുളം നഗരസഭ 38-ാം വാർഡിലെ 44-ാം നമ്പർ അംഗനവാടിയാണ് ഈ കെട്ടിടം. കഴിഞ്ഞ 25 വർഷക്കാലത്തിന് മുമ്പ് ഈ വാർഡിൽ നിർമ്മിച്ച ഈ കെട്ടിടം കുറേ നാളുകളായി വളരെയധികം ശോചനീയാവസ്ഥയിലായിരുന്നു. പലപ്പോഴായി ഫണ്ട് വയ്ക്കുമ്പോഴും അത് ഏറ്റെടുക്കാൻ കരാറുകാർ വിമുഖത കാണിക്കുന്നത് കാരണം പലപ്പോഴും ഈ ഫണ്ട് വിനിയോഗിക്കാൻ കഴിയാതെ വന്നിട്ടുണ്ട്. എന്നാൽ ഇത്തവണ നമ്മൾ വെച്ച ഫണ്ട് പൂർണ്ണമായും വിനിയോഗിച്ചുകൊണ്ട് ഒരു പിള്ളേർക്ക് നല്ല രീതിയിൽ ആസ്വദിക്കുന്നതിനും അമ്മമാർക്ക് അതുപോലെ കുഞ്ഞുങ്ങൾക്കും കണ്ണുകൾക്ക് കുളിർമ നൽകുന്ന രീതിയിലുള്ള ഒരു സംവിധാനത്തോടു കൂടിയാണ് ഈ അംഗനവാടി ഇവിടെ പുനഃക്രമീകരിച്ചിരിക്കുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം, ഞങ്ങളുടെ വാർഡിനെ സംബന്ധിച്ചിടത്തോളം ഒരു അഭിമാനമാണ്. ഞങ്ങളുടെ വാർഡിൽ ഏതാണ്ട് 2 അംഗനവാടികളാണ് ഉള്ളത്. 38-ാം വാർഡിൽ 61-ാം നമ്പർ അംഗനവാടി, 44-ാം നമ്പർ അംഗനവാടി. അതിൽ 61-ാം നമ്പർ അംഗനവാടി സ്വന്തമായി കെട്ടിടമില്ലാതെ ഒരു വാടക കെട്ടിടത്തിലാണ് പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് നാളുകളായിട്ട്. അവിടെ ഒരു സ്വന്തമായി ആ അംഗനവാടി നിർമ്മിക്കുന്നതിന് വേണ്ടി 2.5 സെൻറ്റ് സ്ഥലം നഗരസഭയ്ക്ക് സൗജന്യമായി നൽകുകയും അതിലൊരു ഹൈടെക് അംഗനവാടി നിർമ്മിക്കുന്നതിന് വേണ്ടി KC വേണുഗോപാൽ ഒരു 18 ലക്ഷം രൂപ തരുന്നതിന് വേണ്ടിയുള്ള തീരുമാനമെടുത്തിട്ടുണ്ട്. അങ്ങനെ 2 അംഗനവാടികളും നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നതിന് വേണ്ടിയുള്ള സാഹചര്യങ്ങളാണ് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഈ 44-ാം നമ്പർ അംഗനവാടി വളരെ പെട്ടെന്ന് തന്നെ ഈ കഴിഞ്ഞ അവിടുത്തെ 2023-24 വർഷത്തെ ഫണ്ട് ഉപയോഗിച്ചാണ് ഇതിൻ്റെ നവീകരണം പൂർത്തീകരിച്ചിരിക്കുന്നത്. എന്തായാലും ഇങ്ങനെ ഒരു നവീകരണ പ്രവർത്തനം നടന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. ടീച്ചർ വളരെ നാളുകളായി ആവശ്യപ്പെടുന്നതാണ്. വളരെയധികം ശോചനീയാവസ്ഥയിലായിരുന്നു. ഈ തകർന്ന താഴത്തെ ഉള്ള ടൈലുകളൊക്കെ നേരത്തെ തകർന്ന് കിടക്കുകയായിരുന്നു. കുഞ്ഞുങ്ങളുടെ കാലുകൾ പോലും അതിലേക്ക് വീണ് അപകടമുണ്ടാകുന്നൊരവസ്ഥയിലായിരുന്നു. എന്തായാലും അതിനൊക്കെ ഒരു പരിഹാരമുണ്ടായതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഇന്ന് ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഇത് തുറന്നു കൊടുത്തിരിക്കുകയാണ്. 25 വർഷത്തിനു മുമ്പ് സ്ഥാപിച്ച അംഗൻവാടിയിൽ നഗരസഭ പ്ലാൻ ഫണ്ടിൽ നിന്നും 1.5 ലക്ഷം രൂപ ചിലവഴിച്ചാണ് നവീകരണം നടത്തിയത്. അടുത്ത സാമ്പത്തിക വർഷത്തിൽ അംഗൻവാടിയുടെ മേൽക്കൂര പുനർനിർമ്മിക്കുന്നതിനും അംഗൻവാടിക്ക് പുതിയ ടോയ്ലറ്റ് നിർമ്മിക്കുന്നതിനും തീരുമാനമെടുത്തിട്ടുണ്ടെന്ന് വാർഡ് കൗൺസിലർ AP ഷാജഹാൻ പറഞ്ഞു. ഉദ്ഘാടന യോഗത്തിൽ ADS പ്രസിഡന്റ് സുധാ സുധാകരൻ, ആശാവർക്കർമായ അംഗൻവാടി അധ്യാപിക പത്മിനി, ഷാജില, ഷറഫ് എന്നിവർ സംസാരിച്ചു. CDNet ന്യൂസ്, കായംകുളം.